കന്നഡ എഴുത്തുകാരനും നാടകകൃത്തും നടനുമായ ഗിരീഷ് കർണാടിൻ്റെ 1964 പുറത്തു വന്ന വിഖ്യാത ചരിത്ര നാടകമാണ് തുഗ്ലക്ക്. ഈ ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രസ്തുത നാടകം പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് പുസ്തകം. ഓക്കെ, പുസ്തകത്തിൻ്റെ കവർ ഡിസൈനൊക്കെ കണ്ടല്ലോ. പുസ്തകത്തിൻ്റെ പുറകിൽ അതിൻ്റെ ഒരു എഴുത്തുകാരനെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു പുസ്തകത്തെക്കുറിച്ചും ഉള്ളൊരു ചെറിയൊരു വിവരണമാണ് നൽകിയിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ എനിക്ക് അത്രത്തോളം ഒരു സംതൃപ്തി നൽകിയില്ല. കവർ പേജ് ക്വാളിറ്റി മികച്ചതാണ്. അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റിയും പ്രിൻറ്റിങ് ക്വാളിറ്റിയും ഒക്കെ തന്നെ മികച്ചവയാണ്. ഒരു പ്യുവർ വൈറ്റ് അല്ല അകത്തെ പേപ്പറുകൾ. ഈ ഒരു പുസ്തകം 1972 പുറത്തിറങ്ങിയത്. ഇത് ഇംഗ്ലീഷ് പതിപ്പ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതതിൻ്റെ 27ാമത്തെ പതിപ്പാണ് 2016. 116ഓളം പേജുകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. കണ്ടല്ലോ, ഈ ഒരു കട്ടിയാണ് ഈ ഒരു പുസ്തകത്തിനുള്ളത്. 260 രൂപയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ MRP ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുസ്തകത്തിൻ്റെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം നമുക്കിതിലെ കഥാപാത്രങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. വളരെയധികം കഥാപാത്രങ്ങൾ, ഒരു നാടകം എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെയധികം കഥാപാത്രങ്ങൾ ഈ ഒരു നാടകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാവരും മിക്കതും പ്രധാന കഥാപാത്രങ്ങൾ തന്നെയാണ്. ആ പ്രധാന കഥാപാത്രങ്ങളിൽ തന്നെ ചില കഥാപാത്രങ്ങളെ മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അതിൽ ഒന്ന് നാടകത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ, നാടകത്തിൻ്റെ ടൈറ്റിൽ തുഗ്ലക്ക് എന്നാണല്ലോ. അപ്പോൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ള തുഗ്ലക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, 14ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു സുൽത്താനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ, നായക കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് സ്റ്റെപ്പ് മദർ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അവരുടെ പേരൊന്നും ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് സ്റ്റെപ്പ് മദർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സ്റ്റെപ്പ് മദറാണ്. ദെൻ അസീസ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അസീസ് എന്ന് പറയുന്നത് ഒരു കൗശലക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാളുടെ കൗശലം അതുപോലെ സാമർഥ്യം ഇതൊക്കെ കൊണ്ട് തന്നെ സുൽത്താനിൽ പ്രീതി ഉളവാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഇത് സൃഷ്ടിക്കാൻ, ഒരു അത്ഭുതം സൃഷ്ടിക്കാനായിട്ട് ഈ അസീസ് എന്ന കഥാപാത്രത്തിന് സാധിക്കുന്നുണ്ട്. ദെൻ നജീബ് എന്ന് പറയുന്നൊരു കഥാപാത്രം. നജീബ് എന്ന് പറയുന്നത് ഈ തുഗ്ലക്കിൻ്റെ സഹചാരിയും അതുപോലെ തന്നെ ഉപദേഷ്ടാവുമായിട്ടുള്ള കഥാപാത്രമാണ്. കൊട്ടാര ഉപദേഷ്ടാവ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെയുള്ളൊരു കഥാപാത്രം ബരാനി എന്നുള്ളൊരു കഥാപാത്രമാണ്. ഈ ബരാനി എന്ന് പറയുന്നത് കൊട്ടാരത്തിലെ രാജകൊട്ടാരത്തിലെ ചരിത്രകാരനാണ്. ഐൻ ഉൽ മുൽക്ക് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ഇയാൾ പാസ്റ്റിൽ ഭൂതകാലത്തിൽ തുഗ്ലക്കിൻ്റെ മിത്രമായിരുന്നു. എന്നാൽ നാടകത്തിൽ നമ്മൾ കാണുമ്പോൾ, അതായത് പ്രസൻറ്റ് പീരീഡിൽ നമ്മൾ കാണുമ്പോൾ ഇയാൾ തുഗ്ലക്കിൻ്റെ ശത്രുവായിട്ടാണ് അവതരിപ്പിച്ച് കാണുന്നത്. അപ്പോൾ നമ്മൾ നാടകത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിലൊക്കെ ആക്ട് സീന് ഈ ഒരു ലെവലിലാണ് പോകുന്നത്. അതിന് ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ കർണാടിൻ്റെ ഈ ഒരു കൃതി, തുഗ്ലക്ക് എന്ന് പറയുന്ന ഈ ഒരു കൃതിയിൽ അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ആക്ട് സീന് അത്തരത്തിലുള്ളൊരു രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. മറിച്ച് ഇതിനകത്ത് മൊത്തം 13 സീനുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജസ്റ്റ് ആക്റ്റുകളോ ഒന്നുമില്ല, 13 സീനുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ഹിസ്റ്റോറിക്കൽ നാടകമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായാലും സംഭവങ്ങളായാലും എല്ലാം തന്നെ ഈ ഇതിൻ്റെ അതല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് പോലും ഈ 14ാം നൂറ്റാണ്ടിലെ തുഗ്ലക്ക് ഭരണ കാലഘട്ടമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാനീ സൂചിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തെ ചരിത്രകാരന്മാർ പലരും വിശേഷിപ്പിക്കുന്നത് ബുദ്ധിമാനായ മണ്ടൻ ആയിട്ടുള്ളൊരു രാജാവ് അല്ലെങ്കിൽ ഒരു സുൽത്താൻ എന്നുള്ള രീതിയിലാണ്. ഒരുപാട് ഭാഷകളിലും വിഷയങ്ങളിലും അവഗാഹം ഉണ്ടായിരുന്ന, പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം, എന്നാൽ ഇദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കരണങ്ങൾ പലതും അമ്പേ പാളിപ്പോയിട്ടുള്ളവയായിരുന്നു. അപ്പോൾ ഈ പരിഷ്കരണങ്ങളുടെ പാളൽ മൂലം ഇദ്ദേഹത്തെ ഒരു ഈ പോളിസി മേക്കിംഗ് ആയാലും അത് നടപ്പിൽ കൊണ്ടുവരുന്ന രീതിയിലായാലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള പരാജയം മൂലം ഇദ്ദേഹത്തെ ഒരു മണ്ടൻ ആയിട്ടുള്ള രാജാവായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. എന്നാൽ ഒരു വശത്ത് നോക്കുമ്പോൾ അയാൾ സൂത്രശാലിയും ഈ ഒരുപാട് അറിവുകൾ ഉള്ള ഒരു പണ്ഡിതനുമായിരുന്നു എന്നുള്ളതാണ്.
ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇപ്പം ഇതിൽ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് ഈ തുഗ്ലക്ക് എന്ന് പറയുന്ന കഥാപാത്രം, ഈ രാജാവായിട്ടുള്ള സുൽത്താനായിട്ടുള്ള കഥാപാത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഷെയ്ഡുകളാണ് എഴുത്തുകാരൻ ഇതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബുദ്ധിമാനായ മണ്ടൻ എന്ന് പറയുമ്പോൾ അത് ഒരു കോമ്പിനേഷനാണ്, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ബുദ്ധിമാൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ മണ്ടൻ. അപ്പോൾ ഇയാളിൽ, അതായത് തുഗ്ലക്ക് എന്ന ഈ രാജാവിൽ ഈ രണ്ട് ഗുണങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ആൻഡ് ഈവിൾ, ഒരു നല്ല വ്യക്തിത്വപരമായിട്ടുള്ള സ്വഭാവം ഇയാളിൽ കാണാം. എന്നാൽ തൻ്റെ രാജ്യ പദവി, തൻ്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊല്ലാനും വഞ്ചിക്കാനും പോലും മടി കാണിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുകൂടി എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അത് ചരിത്രപരമായിട്ടുള്ള ഡേറ്റകളെയാണ് അദ്ദേഹം ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കരണങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകളിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് തലസ്ഥാന മാറ്റമാണ്. ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് തലസ്ഥാനം, ഇന്ത്യയുടെ തലസ്ഥാനത്തെ ഇദ്ദേഹം മാറ്റി എന്നുള്ളതാണ്. അതിന് ചില പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. എന്നാൽ അത് പിന്നീട് വളരെ നെഗറ്റീവായിട്ടുള്ള അനന്തര ഫലങ്ങളാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നാണയ പരിഷ്കരണം, സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ നാണയങ്ങളാണ് അന്ന് പോപ്പുലറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നാണയങ്ങൾക്ക് മൂന്നിനും തന്നെ വ്യത്യസ്തമായിട്ടുള്ള മൂല്യങ്ങളായിരുന്നു. എന്നാൽ ഇദ്ദേഹം എല്ലാത്തിനും ഒരേ മൂല്യം കൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നീട് രാജ്യത്തിൻ്റെ സർവ്വനാശത്തിലേക്കും അതുപോലെ തന്നെ പട്ടിണിയിലേക്കും, ജനങ്ങളുടെ പട്ടിണിയിലേക്കും മറ്റുമൊക്കെ തന്നെ നയിച്ചു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കരണങ്ങൾ, അവയുടെ പാളിച്ചകളൊക്കെ മൂലമാണ് ഇദ്ദേഹത്തെ മണ്ടനായിട്ടുള്ള രാജാവെന്ന് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നാടകകൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ പശ്ചാത്തലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ വിഷയങ്ങൾ, ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഭരണകാലഘട്ടം, 14-ാം നൂറ്റാണ്ട്, ആ ഒരു കാലഘട്ടത്തിലേക്ക് എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് അനുയോജ്യമായിട്ടുള്ള ആ കൊട്ടാരത്തിൻ്റെ ചുമരുകളായാലും പശ്ചാത്തലമായിട്ട് കൊട്ടാരവും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ വേഷഭൂഷാദികളും ഒക്കെ തന്നെയാണ് നാടകത്തിൽ എഴുത്തുകാരൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെയധികം റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരാൾ സഞ്ചരിച്ച് ഡേറ്റകൾ കളക്ട് ചെയ്ത് അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഡയലോഗ്സ് ആയാലും അതുപോലെ തന്നെ വേഷഭൂഷാദികളായാലും നിർമ്മിക്കുക എന്നുള്ളത് അത് വളരെയധികം റിസ്ക് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതും അദ്ദേഹം ഇവിടെ മികച്ച രീതിയിൽ ഗിരീഷ് കർണാട് നടത്തിയിരിക്കുന്നതായിട്ട് നാടകത്തിൽ കാണാനായിട്ട് സാധിച്ചു. ഇത് നമ്മൾ വായിക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് പുസ്തകം നമ്മൾ വായിക്കുന്നു, നമുക്ക് അതിൻ്റെ വിവരണങ്ങളൊന്നും തന്നെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, നാടകം നമ്മൾ സ്റ്റേജിൽ കാണുന്ന അവസരത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കും എന്നുള്ളതാണ്, വേഷഭൂഷാദികളും മറ്റും. അതുപോലെ തന്നെ ഈ അധികാരമോഹം എന്ന് പറയുന്ന ഒരു സംഗതി, അന്നത്തെ കാലഘട്ടത്തിൽ, രാജഭരണ കാലഘട്ടത്തിൽ അധികാരം എന്ന സംഗതിയെ എങ്ങനെയാണ് ആൾക്കാർ നോക്കിക്കണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അധികാരം നേടുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ രക്തബന്ധത്തിലുള്ളവരെയും പോലും അല്ലെങ്കിൽ തൻ്റെ സഹചാരികളെ പോലും ചതിച്ചിരുന്ന ഒരു പണ്ടത്തെ കാലഘട്ടം നമുക്കറിയാം. അപ്പോൾ ഈ അധികാരത്തിൻ്റെ ആ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി എന്ന് പറയുന്ന ഒരു സംഗതിയും നാടകത്തിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ യൂസേജസ് ഓഫ് സിമ്പിൾസ് എന്ന് പറയുന്നൊരു സംഗതി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് സിമ്പലുകൾ, അടയാളങ്ങൾ എഴുത്തുകാരൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാനീ പറഞ്ഞ പോലെ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന തുഗ്ലക്കിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ ധ്വനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വായനക്കാരിലേക്ക് കൂടുതലായിട്ട് ബുദ്ധിപരമായിട്ട് അടിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ സിമ്പലുകൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഈ സ്ലീപ്ലെസ് എന്ന് പറയുന്നൊരു സംഗതി, അതായത് ഉറക്കമില്ലായ്മ. അതായത് ഈ നാണയപരിഷ്കരണം നടന്നതിന് ശേഷം അതിൻ്റെ തിക്തഫലങ്ങൾ രാജാവും അറിയുന്നുണ്ട്. അതറിഞ്ഞതിന് ശേഷം അയാൾ ആ നാണയങ്ങളെല്ലാം കൊണ്ട് ഒരിടത്ത് കൂട്ടിയിടുന്നു. നമ്മൾ ചരിത്രത്തിൽ അത് വായിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ അടിച്ചിറക്കിയ നാണയങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ കൂമ്പാരം പോലെ ആക്കിയിടുകയാണ്. അപ്പോൾ ആ കൂമ്പാരം പോലെ ആക്കിയിട്ടതിൻ്റെ അടുത്തേക്ക് ഇടയ്ക്ക് രാത്രി എഴുന്നേറ്റ് വരുന്ന, ഉറക്കമില്ലാതെ അവിടെ വന്നിങ്ങനെ ഇരുന്ന് അലയുന്ന ഒരു തുഗ്ലക്കിൻ്റെ ആ ഒരു മനോഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ തന്നെ ഒരുപാട് സംഗതികൾ, ഒരു രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ മനോവിഹ്വലതയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പല സിമ്പലുകൾ കൊണ്ടുവന്നുകൊണ്ട്
നാടകത്തിനകത്തുള്ള പല സംഗതികളെയും എഴുത്തുകാരൻ ധ്വനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാടകത്തെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുകൂടാതെ തന്നെ ചരിത്രപരമായിട്ടുള്ള സംഗതികൾക്കൊപ്പം തന്നെ ഈ വ്യക്തികൾക്കിടയിലുള്ള സംഭാഷണങ്ങളിലൂടെ അവർക്കിടയിലുള്ള വെറുപ്പായാലും കൗശലങ്ങളായാലും ബുദ്ധിപരമായ നീക്കങ്ങളായാലും ചതിയുടെ ദുർഗന്ധമായാലും ഒക്കെ തന്നെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ നാടകം കൂടാതെ ഈ ഒരു പുസ്തകത്തിനകത്ത് മറ്റു ചില സംഗതികൾ കൂടെ ഉൾച്ചേർത്തിട്ടുണ്ട്. ആ സംഗതികളെല്ലാം തന്നെ വായനക്കാർക്കും അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തെ, ഈ ഒരു കൃതിയെ സംബന്ധിച്ച് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാർക്കും ഗുണകരമായിട്ടുള്ളവയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വിവരണം നൽകിയിട്ടുണ്ട്. അത് എഴുത്തുകാരൻ നൽകിയിട്ടുള്ള, ഗിരീഷ് കർണാട് നൽകിയിട്ടുള്ള ഒരു വിവരണമാണ്. അത് നാടകത്തെ സംബന്ധിച്ചും നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ആയിട്ടുള്ള ഒരു വിവരണമാണ് അദ്ദേഹം അവിടെ നൽകിയിരിക്കുന്നത്. ദെൻ ഒരു ആമുഖം നമുക്ക് കാണാം. UR അനന്തമൂർത്തി എന്ന വിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരൻ്റെ ആമുഖം. അത് നാടകത്തെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ്. അവിടെ നിന്നും നമുക്ക് പലതരത്തിലുള്ള ഡേറ്റകൾ നാടകത്തെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. നാടകത്തിന് ശേഷം നമുക്കൊരു പ്രബന്ധ അവതരണം പോലുള്ള ഒരു എസ്സേ കാണാനായിട്ട് സാധിക്കും. അപർണ ദർവാൽക്കർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ആ ഒരു എസ്സേ എഴുതിയിരിക്കുന്നത്. അത് നാടകത്തെക്കുറിച്ചും അതിന് ഈ തുഗ്ലക്ക് എന്ന് പറയുന്ന ഒരു നാടകത്തെ സംബന്ധിച്ചും ഈ ഒരു നാടകത്തിന് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അതൊരു ഒരു തിസീസ് പോലുള്ള ഒരു PhD തിസീസ് പോലുള്ള ഒന്നാണ്, ഒരു എസ്സേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും വളരെയധികം നമുക്ക് ഉപകാരപ്രദമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗിരീഷ് കർണാടിൻ്റെ തുഗ്ലക്ക് എന്ന് പറയുന്ന ഈ ഒരു ചരിത്ര നാടകം, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഇതിന് പൊതുവിൽ പല നാടകങ്ങളും നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് വളരെ ദൈർഘ്യമേറിയ ഡയലോഗ്സും കാണാം എന്നുള്ളതാണ്. മിക്ക നാടകങ്ങളിലും നമ്മൾ സിമ്പിളായിട്ടുള്ള ഡയലോഗ്സാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ദൈർഘ്യമേറിയ ഡയലോഗ്സ്, അതും പ്രത്യേകിച്ച് തുഗ്ലക്ക് എന്ന് പറയുന്ന നായക കഥാപാത്രത്തിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ഈ ഒരു നാടകത്തെ സംബന്ധിച്ചിടത്തോളം വേറിട്ട് നിൽക്കുന്ന ഒരു സവിശേഷതയായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗിരീഷ് കർണാടിൻ്റെ തുഗ്ലക്ക് എന്ന് പറയുന്ന ഈ ഒരു ചരിത്ര നാടകം സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടെ നോക്കുമ്പോൾ ഒരു മികച്ച നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങളിലൂടെയും അവരുടെ വികാര വിചാരങ്ങളിലൂടെയും സഞ്ചരിക്കാനായിട്ട് എന്നെ സഹായിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു കൃതി വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങളുടെ വായനയിൽ നിങ്ങൾക്ക് സഹായകരമാകും എന്ന് ഞാൻ കരുതുന്നു. വായനയ്ക്ക് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്നും കരുതുന്നു. നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.